ഹായ്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് തുടങ്ങി വയ്ക്കുന്നത്. ചാപ്റ്റർ നെയിം ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ എന്താണ് നമ്മുടെ എക്കോണമിയിൽ അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, ദ റോൾ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം: ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് മീൻസ് ആൻഡ് മെക്കാനിസം ഓഫ് ട്രാൻസ്ഫറിങ് റിസോഴ്സസ് ഫ്രം ദോസ് ഹു ഹാവ് ആൻ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ടു ദോസ് ഹു ക്യാൻ മേക്ക് പ്രൊഡക്റ്റീവ് യൂസ് ഓഫ് ദ സെയിം. അതായത് നമ്മൾ പറയാറുണ്ടല്ലേ, ഉള്ളവനും ഇല്ലാത്തവനും എന്നൊക്കെ. അതേ ഒരു കൈൻഡ് ഓഫ് ലോജിക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക. അതായത് എക്സസ് ആയിട്ട് സർപ്ലസ് എമൗണ്ട് കയ്യിലുള്ള, തൻ്റെ എല്ലാ ചെലവുകളും കഴിച്ചതിന് ശേഷവും എക്സസ് ഇൻകം കയ്യിലുള്ള ആളുകളുടെ നിന്നും ആ ക്യാഷ് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ടാവും. അവരെ നമുക്ക് നീഡി പേഴ്സൺസ് എന്ന് വിളിക്കാം. പ്രൊഡക്റ്റീവായിട്ട് ഈ പണം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീമുണ്ട്, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പും നമ്മുടെ എക്കോണമിയിലുണ്ട്. അപ്പോൾ സർപ്ലസ് എമൗണ്ട്, എക്സസ് എമൗണ്ട് ഉള്ള ആളുകളുണ്ട്, പണം ആവശ്യമുള്ള നീഡി ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ കൂടുതൽ പണമുള്ളവരുടെ കയ്യിൽ നിന്നും പണം ആവശ്യമുള്ളവരുടെ കയ്യിലേക്ക് ഈ റിസോഴ്സുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. നമ്മളൊക്കെ ബാങ്കിൽ പോയിട്ട് ലോണൊക്കെ എടുക്കുന്നത് അതിൻ്റെ അതേ കൈൻഡ് ഓഫ് ലോജിക്ക് അപ്ലൈ ചെയ്തിട്ടാണ്. നമുക്ക് പണം ആവശ്യമുണ്ട്, ബാങ്കിൽ എക്സസ് എമൗണ്ട് ഉണ്ട്, അവർ നമുക്കത് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യും, റൈറ്റ്? അതുപോലെ തന്നെ സോ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെൽപ്പ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഫോളോയിങ് വേസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, പ്രൊവൈഡിങ് ഫണ്ട്. അവർ ഒത്തിരി ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല കാരണങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ പ്രൊവൈഡിങ് ഫണ്ട് എന്ന് പറയുമ്പോൾ these institutions help large number of persons for taking up some industrial activity. പലരും പണമില്ല എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് പല ഇൻഡസ്ട്രികളും സ്റ്റാർട്ട് ചെയ്യാൻ പോലും മടിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രികൾ ടേക്കപ്പ് ചെയ്യാനും ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ ലാർജ് നമ്പർ ഓഫ് ആളുകൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The addition of new industrial units and increasing activities of existing units will certainly help in accelerating the pace of economic development. അപ്പോൾ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു വേഗത നല്ല രീതിയിൽ ആക്സലറേറ്റ് ചെയ്യാൻ, കൂട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് പുതുതായിട്ട് ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂണിറ്റുകളെ അവരുടെ ആക്ടിവിറ്റീസിനെയൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നത്. അഡീഷണൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് ലാർജ് ഇൻവെസ്റ്റബിൾ ഫണ്ട് വിച്ച് ആർ യൂസ്ഡ് ഫോർ പ്രൊഡക്റ്റീവ് പേർപ്പസ്. അതായത് പ്രൊഡക്റ്റീവ് പേർപ്പസിന് വേണ്ടിയിട്ട്, കാര്യക്ഷമമായിട്ടുള്ള കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴും മുമ്പിൽ തന്നെ നിന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹെൽപ്പ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ് ബൈ കീപ്പിംഗ് നാഷണൽ പ്രയോറിറ്റീസ് ഇൻ മൈൻഡ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസികൾ ഫ്രെയിം ചെയ്യുന്നത് നാഷണൽ പ്രയോറിറ്റീസ് മനസ്സിൽ അല്ലെങ്കിൽ മൈൻഡിൽ വെച്ചിട്ടാണ്. The institution invest in those areas which can help in increasing the development of the country. ഒരു രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പുരോഗതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഉതകുന്നതായിട്ടുള്ള ഏരിയാസിലായിരിക്കും ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് ഒരു എക്കോണമിയുടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് കൂട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കും. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പോൾ ഹെൽത്ത് സെക്ടർ, എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ വരുന്നതാണ് പ്രൊമോഷണൽ ഫെസിലിറ്റീസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ദർ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസും ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതെന്താണ്? Financial institutions have the expertise and manpower resources for undertaking the exercise of starting a new unit. ഒരു പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പ്രൊസീജിയേഴ്സ്, പ്രോഗ്രാംസ് ഒക്കെ അണ്ടർടേക്ക് ചെയ്യുന്നതിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് നല്ല രീതിയിലുള്ള എക്സ്പെർട്ടൈസും മാൻ പവർ റിസോഴ്സും ഒക്കെ ഉണ്ട്. സോ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടേക്ക് അപ്പ് ദിസ് വർക്ക് ഓൺ ബിഹാഫ് ഓഫ് ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന സംരംഭകർക്ക് ഓൺട്രപ്രണേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അവർ ചെയ്യേണ്ടതായിട്ടുള്ള ഒത്തിരി പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എല്ലാം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും? ചെയ്തു കൊടുക്കും, അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. The promotional role of financial institution is helpful in increasing the development of a country. ഈ രീതിയിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊമോഷണൽ റോളും കൂടി ഏറ്റെടുക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്നാണ് പറയുന്നത്. നാലാമത്തെ ഒരു റോള് അല്ലെങ്കിൽ ഫങ്ഷൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ് ആണ്. അതായത് പല രീതിയിലും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒത്തിരി ഏരിയാസ് ഉണ്ടാവും, ഒത്തിരി റീജിയൻസ് ഉണ്ടാവും. സോ ഇൻ ഓർഡർ ടു ഹെൽപ്പ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു ഓൺട്രപ്രണേഴ്സ് ഫോർ സെറ്റിംഗ് അപ്പ് ന്യൂ യൂണിറ്റ്സ് ഇൻ ദ ഏരിയാസ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഓൺട്രപ്രണേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു ഓഫർ കൊടുക്കുകയാണ്. നിങ്ങൾ ഇന്ന ഏരിയയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും, അല്ല ഇത്തരത്തിലൊക്കെയുള്ള നിങ്ങൾക്ക് എക്സംഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നും. ബാക്ക്വേർഡ് ഏരിയാസിൽ സ്റ്റാർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് കിട്ടും എന്നുള്ള ഒരു കാര്യം അവരെ ധരിപ്പിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒത്തിരി ഹെൽപ്പായിട്ടുള്ള കാര്യങ്ങൾ ബാക്ക്വേർഡ് ഏരിയാസിൽ കൊടുക്കുന്നുണ്ട്. IDBI, IFCI, ICICI give priority in giving assistance to units set up in backward areas and even charge lower interest rate on lending. അപ്പോൾ ഇതിൽ IDBI, IFCI, ICICI ഒക്കെ നല്ല രീതിയിൽ ബാക്ക്വേർഡ് ഏരിയാസിൽ സെറ്റപ്പ് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സിന് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് കൊടുക്കുന്നുണ്ട്? ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സച്ച് എഫേർട്ട് സെർട്ടൻലി എൻകറേജ് ഓൺട്രപ്രണേഴ്സ് ടു സെറ്റപ്പ് ന്യൂ യൂണിറ്റ്സ് ഇൻ ബാക്ക്വേർഡ് ഏരിയ. അപ്പോൾ ഈ രീതിയിൽ പറയുമ്പോൾ ബാക്ക്വേർഡ് ഏരിയാസിൽ യൂണിറ്റുകൾ സെറ്റപ്പ് ചെയ്യാൻ ഓൺട്രപ്രണേഴ്സ് തയ്യാറാവും. കാരണം അവരും തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫൈനാൻസ് ആയിരിക്കും. അപ്പോൾ അത് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടുകയെന്ന് പറയുമ്പോൾ അവരെന്തായാലും ഈ ബാക്ക്വേർഡ് ഏരിയാസിൽ സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാവും. അതുവഴി ബാക്ക്വേർഡ് ഏരിയാസും എന്താവും, ഒന്ന് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ക്ലിയർ? ഇനി അഞ്ചാമത്തെ ഹെൽപ്പ് എന്ന് പറയുന്നത് പ്ലാൻഡ് ഡെവലപ്മെൻ്റ് ആണ്. Different institutions earmark their spheres of activities so that every business activity is helped. Some institutions like SIDB, SFCs especially help small-scale sector, while IFCI and SIDs finance large-scale sector or extend loans above a certain limit. Some institutions help different segments like foreign trade, tourism, etc. അതായത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ ഒരു ഏൺമാർക്ക് അവർ ചെയ്യുന്ന സ്പിയേഴ്സ് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എല്ലാ ബിസിനസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് SIDB, SFIs, SFCS എന്നൊക്കെ പറയുന്നത്. അവരെല്ലാം സ്മോൾ സ്കെയിൽ സെക്ടേഴ്സിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ചെറുകിട വ്യവസായങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ SIDB, SFCs എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ലാർജ് സ്കെയിൽ സെക്ടറിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. IFCI, SIDCs ഒക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഓരോരോ സെഗ്മെൻറ്റ്, സ്മോൾ സ്കെയിൽ, ലാർജ് സ്കെയിൽ, അങ്ങനെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ആക്സിലറേറ്റിംഗ് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തിൻ്റെ വേഗത നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. The setting up of more industrial units will generate direct and indirect employment, make available goods and services in the country and help in increasing the standard of living. Financial institutions provide requisite financial, managerial, technical help for setting up new units. അതായത് വ്യവസായവൽക്കരണം, കൂടുതൽ ഇൻഡസ്ട്രീസ് നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുക, ദ സെറ്റിംഗ് അപ്പ് ഓഫ് മോർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്,
അതെന്തിലേക്ക് നയിക്കുന്ന വെച്ചാൽ ഒത്തിരി ഡയറക്റ്റായും ഇൻഡയറക്റ്റ് ഒക്കെ ആയിട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഒത്തിരി ഉണ്ടാവും. അതുപോലെ നല്ല രീതിയിൽ ലാർജ് സ്കെയിലിൽ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സും സർവീസും ഒക്കെ നമ്മുടെ നാട്ടിൽ വരും ഇൻഡസ്ട്രീസ് വളരുമ്പോൾ. അപ്പോൾ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കും. ഓക്കെ, സോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോപ്പറായിട്ട് ഫൈനാൻഷ്യലായും മാനേജറിയലായും ടെക്നിക്കലായിട്ടുള്ള ഹെൽപ്പ് ഇത്തരത്തിലുള്ള ന്യൂ യൂണിറ്റ്സിന്, ഇൻഡസ്ട്രി യൂണിറ്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ ആക്സലറേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത അവസാനത്തെ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ജനറേഷനാണ്. നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദേ ഹാവ് എംപ്ലോയ്ഡ് മെനി പേഴ്സൺസ് ടു മാൻ ദെയർ ഓഫീസസ്. ബിസൈഡ്സ് ഓഫീസ് സ്റ്റാഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നീഡ് ദ സർവീസ് ഓഫ് എക്സ്പേർട്സ് വിച്ച് ഹെൽപ്പ് ദം ഇൻ ഫൈനാൻസിങ് ലെൻഡിങ് പ്രപ്പോസൽ. They also help in creating employment opportunities in backward areas by encouraging the setting up of units of those areas. അതല്ല, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് നല്ല രീതിയിൽ സ്ഥാപനങ്ങൾ, ഓൺട്രപ്രണേഴ്സ് തുടങ്ങുന്ന സമയത്ത് അവിടെയൊക്കെ തൊഴിലെടുക്കാൻ തൊഴിലാളികളെ വേണം. അപ്പോൾ ഇത് നല്ല രീതിയിലുള്ളൊരു തൊഴിലവസരമാണ് പൊതുജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയുള്ള ആളുകളെ എന്ത് ചെയ്യും, തിരഞ്ഞെടുക്കും. അതുകൂടാതെ ഈ സ്റ്റാഫിന് പുറമെ നല്ല രീതിയിൽ ഫിനാൻഷ്യൽ പ്രപ്പോസൽസിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനും അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിച്ച് പറഞ്ഞു തരാനുള്ള എക്സ്പേർട്സിനെ ഇവർക്ക് ആവശ്യമാണ്. സോ പല രീതിയിൽ, അത് ചെറിയ ലെവലിലാണെങ്കിലും വലിയ ലെവലിലാണെങ്കിലും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ തുടക്കം കുറിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതുവഴി ബാക്ക്വേർഡ് ഏരിയാസിൽ യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ ബാക്ക്വേർഡ് ഏരിയാസിലുള്ള ആളുകൾക്കും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടും. ബാക്ക്വേർഡ് ഏരിയാസിലൊക്കെ ഉള്ള ആളുകൾക്ക് പൊതുവെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വളരെ കുറവാണ്. ഏർബൻ ഏരിയയെ സംബന്ധിച്ചിടത്തോളം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റൂറൽ ഏരിയ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഏരിയ, പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തൊഴിലവസരങ്ങൾ പൊതുവെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങുമ്പോൾ അത് അവിടെയുള്ള ജനങ്ങൾക്കും തൊഴിലവസരങ്ങൾ കിട്ടും, അവർക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ അവർക്ക് ഇതുവഴി കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റോള്, അല്ലെങ്കിൽ അവർ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് കൊടുക്കുന്ന സഹായങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? പ്രൊവൈഡിങ് ഫണ്ട്, ഇൻഡസ്ട്രിയലൈസേഷൻ, infrastructural facilities, promotional activities, development of backward areas, planned development, accelerating industrialization, employment generation. ഇതൊക്കെ നമുക്ക് അതിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻഡസ്ട്രിയൽ ഫൈനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്, IFCI. ഓക്കെ, സോ IFCI എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. IFCIയുടെ മീനിങ്, അതുപോലെ IFCIയുടെ ഫങ്ഷൻസ്, ഈ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ്, എന്നാലും നമുക്കിതൊന്ന് പഠിക്കണം. സോ ദ ഇൻഡസ്ട്രിയൽ ഫൈനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, IFCI, ഫുൾ ഫോം പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കോർപ്പറേഷൻ ആസ് ലെയ്ഡ് ഡൗൺ ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് IFC Act 1948 ആർ making medium and long-term credits more readily available to industrial concerns in India, particularly in circumstances where normal banking accommodation is inappropriate or resource to capital issue method is impracticable. അതായത് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കൺസേൺസിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് റെഡി അവൈലബിൾ ആയിട്ട് എന്തുണ്ടായിരിക്കണം? മീഡിയം ലോങ് ടേം ക്രെഡിറ്റ് സർവീസസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് IFC ആക്ടിൻ്റെ പ്രിയാമ്പിളിൽ പറയുന്ന മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നോർമൽ ബാങ്കിങ് അക്കോമഡേഷൻ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടും ഇൻപ്രാക്ടിക്കബിൾ ആയിട്ട്, അതായത് ജനങ്ങൾക്ക് വലിയ ഉപകാരങ്ങളൊന്നും ലോജിക്കലി അല്ലെങ്കിൽ പ്രാക്ടിക്കലി കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഇത് അവൈലബിൾ ആക്കി കൊടുക്കുക, പ്രോപ്പറായിട്ട് വായ്പാ സൗകര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുക. അതാണ് ഈ IFC ആക്ടിൻ്റെ ഒബ്ജക്റ്റീവിലായിട്ട് തന്നെ പറയുന്നത്. സോ ദ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് കോർപ്പറേഷൻ വാസ് ₹10 crore, which was divided in equities of ₹5,000 each. Later on, the authorized capital was increased to ₹20 crore. Since July 1st, 1993, this corporation has been converted into a company and it has been given the status of a limited company with the name Industrial Finance Corporation of India.
IFCI. അതായത് ഇത് എങ്ങനെയാണ് ഫോം ചെയ്തതും അതിൻ്റെ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ആദ്യ സമയത്ത് 10 കോടിയായിരുന്നു, അതിനെ 5000 യൂണിറ്റ്സ് ആക്കിയിട്ട് 5000 ഇക്വിറ്റി യൂണിറ്റ്സ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഓതറൈസ്ഡ് ക്യാപിറ്റൽ 20 crore ആയിട്ട് മാറി. പിന്നെ ജൂലൈ 1, 1993 മുതൽ ഇതൊരു കൺവേർട്ടഡ് ടു കമ്പനി, ഒരു കമ്പനി ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്തു. ഒരു ലിമിറ്റഡ് കമ്പനി സ്റ്റാറ്റസിലേക്ക് ഇത് വന്നു. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. മെയിനായിട്ട് പഠിക്കേണ്ടത് ഇതിൻ്റെ ഒബ്ജക്റ്റീവാണ്. മേക്കിംഗ് മീഡിയം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ്സ് മോർ റെഡിലി അവൈലബിൾ ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ് ഇൻ ഇന്ത്യ. അത് പ്രൊവൈഡ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഇൻഡസ്ട്രികൾക്ക് ഫണ്ട് റെഡിയാക്കി കൊടുക്കുക. അത് മീഡിയം ലോങ് ടേം ആണെങ്കിൽ പോലും അത് റെഡിയാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് IFCIയുടെ ഫങ്ഷൻസ്, ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ്. സോ ദ ഫങ്ഷൻസ് ഓഫ് ദ IFCI ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു, നമുക്ക് അതിനെ എങ്ങനെയൊക്കെ തിരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ 3 തിരിക്കാം. ഓക്കെ, ഒന്ന് ഫിനാൻസ് അസിസ്റ്റൻസ് ആണ്, 2 പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആണ്, 3 ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ഇങ്ങനെ 3 IFCIയുടെ ഫങ്ഷൻസ് തിരിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് ആദ്യം ഫൈനാൻഷ്യൽ അസിസ്റ്റൻസിലേക്കൊന്ന് കടക്കാം. ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ IFCI ഈസ് ഓതറൈസ്ഡ് ടു റെൻഡർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ 1 or more ഓഫ് ദ ഫോളോയിങ് ഫോം. അപ്പോൾ ഒന്നല്ല, ഈ താഴെ നമ്മൾ പറയാൻ പോകുന്ന ഫോമുകളിലൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് IFCI. അതിലൊന്നെന്ന് പറയുന്നത് ഗ്രാൻഡിങ് ലോൺസ് ഓർ അഡ്വാൻസസ് ടു സബ്സ്ക്രൈബിങ് ടു ഡിബഞ്ചർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയൽ കൺസേൺസ് റീപേയ്മെൻറ്റ് വിത്തിൻ 25 years. അതായത് ലോൺ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഡിബഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് 25 വർഷത്തിനുള്ളിൽ ചെയ്താൽ മതി, തിരിച്ചടച്ചാൽ മതി. 25 വർഷത്തിനുള്ളിൽ ആ ലോൺ എമൗണ്ട് അല്ലെങ്കിൽ അഡ്വാൻസ് എമൗണ്ട് തിരിച്ചടച്ചാൽ മതി. അതൊന്ന്. 2, അണ്ടർ റൈറ്റിംഗ് ദ ഇഷ്യൂ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് ടു ബി ഡിസ്പോസ്ഡ് ഓഫ് വിത്തിൻ 7 years. 7 വർഷത്തിനുള്ളിൽ ഡിസ്പോസ് ആവാൻ ഉദ്ദേശിക്കുന്ന ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ് ഉണ്ടാവും, അതിൻ്റെ അണ്ടർ റൈറ്റിംഗ് ചെയ്തു കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബിംഗ് ഡയറക്ട്ലി ടു ദ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ്. അതായത് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൻ്റെ ഷെയർസും ഡിബഞ്ചേഴ്സും ഡയറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വാങ്ങിക്കാം. Then guaranteeing of loans raised by industrial concern from scheduled bank or state cooperative bank. അതായത് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുക, ലോൺസിന് വേണ്ടിയിട്ടുള്ള ഗ്യാരണ്ടി കൊടുക്കുക. ആര് എടുക്കുന്ന ലോൺസ്? ഇൻഡസ്ട്രിയൽ കൺസേൺസ് എടുക്കുന്ന ലോൺസിന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുക. ഈ ഇൻഡസ്ട്രിയൽ കൺസേൺസ് ലോൺ എടുക്കുന്നത് സ്കെഡ്യൂൾ ബാങ്കിൽ നിന്നോ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നോ ആണെങ്കിൽ അങ്ങനെ എടുക്കുന്ന ലോണിന് ഒരു ഗ്യാരണ്ടി, ഒരു ജാമ്യം പോലെ നിൽക്കുക. പിന്നെ ഗ്യാരണ്ടി ഓഫ് ഡെഫേർഡ് പേയ്മെൻറ്റ് ഫോർ ദ പർച്ചേസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഫ്രം എബ്രോഡ് ഓർ വിത്തിൻ ഇന്ത്യ. ഇന്ത്യയുടെ ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നോ വാങ്ങിക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാവും, മിഷനറി പോലെയുള്ള. അപ്പോൾ അങ്ങനെയുള്ള ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് അപ്പോഴായിരിക്കില്ല കൊടുക്കുക, ചിലപ്പം ഫ്യൂച്ചറിൽ ഒരു ഡേറ്റിലായിരിക്കും കൊടുക്കുക. അങ്ങനെ ഫ്യൂച്ചറിലുള്ള കൊടുക്കാവുന്ന ഉദ്ദേശിക്കുന്ന പേയ്മെൻറ്റിനെയാണ് നമ്മൾ ഡെഫേർഡ് പേയ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ പേയ്മെൻറ്റിന് ഒരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യും, ഇവർ തരും എന്നുള്ള രീതിയിലുള്ള ഒരു ഗ്യാരണ്ടി ആയിട്ട് നിൽക്കുക. പിന്നെ ഇതൊക്കെ IFCIയുടെ ഫങ്ഷൻസിൽ വരുന്നതാണ്. ദെൻ ആക്ടിങ് ആസ് എൻ ഏജൻറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ദ വേൾഡ് ബാങ്ക് ഇൻ റെസ്പെക്ട് ഓഫ് ലോൺസ് സാങ്ഷൻ ടു ഇൻഡസ്ട്രിയൽ കൺസേൺ. ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ വേൾഡ് ബാങ്കിൻ്റെയോ ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക. എന്തുമായി ബന്ധപ്പെട്ടിട്ട്? ലോൺസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലോൺസിന് സാങ്ഷനായിട്ട്, ഇൻഡസ്ട്രിയൽ കൺസേണിന് സാങ്ഷനായിട്ടുള്ള ലോണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക. ഇത്രയുമാണ് എന്തിൽ വരുന്നത്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൽ വരുന്നത്. ഇത് മുഴുവനും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു 3 പോയിൻ്റെങ്കിലും ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൽ പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ട് എന്ന് തോന്നുന്ന ഏതെങ്കിലും 3 പോയിൻ്റ് പഠിച്ചു വയ്ക്കാം. ക്ലിയർ അല്ലേ? പിന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഈസ് അവൈലബിൾ ഫ്രം IFCI എന്ന് പറയുന്നത്. IFCIയിൽ നിന്ന് ലഭിക്കുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് വെച്ചാൽ
ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്, പുതിയൊരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സഹായങ്ങളുണ്ട്. ഫോർ എക്സ്പാൻഷൻ ഓർ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് കൺസേൺ, നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കൺസേണിന് ഏതെങ്കിലും രീതിയിലുള്ള എക്സ്പാൻഷനോ ഡൈവേഴ്സിഫിക്കേഷനോ വേണമെങ്കിൽ അതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ ദ മോഡേണൈസേഷൻ ആൻഡ് റിനോവേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് കൺസേൺ, നിലവിലുള്ള കൺസേൺസിൻ്റെ ഏതെങ്കിലും രീതിയിൽ ആധുനികവൽക്കരണം, മോഡേണൈസേഷനിലേക്കോ അതിനൊന്ന് പുതുക്കാനോ റിനോവേറ്റ് ചെയ്യാനൊക്കെയുള്ള ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫോർ മീറ്റിംഗ് എക്സിസ്റ്റിംഗ് ലയബിലിറ്റീസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺ ഇൻ എക്സെപ്ഷണൽ കേസ്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇൻഡസ്ട്രികൾക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ലയബിലിറ്റീസ് മീറ്റ് ചെയ്യുക, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൽ വരുന്നതാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഫംഗ്ഷൻ IFCI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഓൺട്രപ്രണേഴ്സ് ബൈ പ്രൊവൈഡിംഗ് ദം ഗൈഡൻസ് ത്രൂ ഇറ്റ്സ് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഇൻ identification of projects, preparing project profile, implementation of the project, etc. It acts as an instrument of accelerating the industrial growth and reducing regional industrial and income disparities. അതായത് പല രീതിയിലും സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഓൺട്രപ്രണേഴ്സിന് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒത്തിരി സഹായം IFCI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുക. എങ്ങനെ? സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ടാവും, എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ, അവർ പ്രൊജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും പ്രൊജക്റ്റ് പ്രൊഫൈൽസ് പ്രിപ്പയർ ചെയ്യുന്നതിനും ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു നേതൃത്വം, ഒരു ഗൈഡൻസ് ഇവർക്ക് കൊടുക്കും, IFCI കൊടുക്കും. ഇറ്റ് ആക്ട് ആസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ആക്സിലറേറ്റിംഗ് ദി ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. IFCI ശരിക്കും ഈ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൂടെ നമ്മുടെ വ്യവസായവൽക്കരണം അല്ലെങ്കിൽ വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രോത്തിന് നല്ല രീതിയിൽ അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നുണ്ട്, ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് റെഡ്യൂസിങ് റീജിയണൽ ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻകം ഡിസ്പാരിറ്റീസ്, പലതരത്തിലും പ്രാദേശികപരമായിട്ടുള്ള അന്തരങ്ങളുണ്ടാവും. ഇൻകവുമായി ബന്ധപ്പെട്ടും ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ചില ഏരിയയിൽ കൂടുതൽ ഇൻഡസ്ട്രീസ്, അവർക്ക് നല്ല വരുമാനം, ചില ഏരിയയിൽ ഒട്ടുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്പാരിറ്റീസ്, ആ ഒരു അന്തരം കുറയ്ക്കാനൊക്കെ ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഫിനാൻഷ്യൽ സർവീസസ്. ഫിനാൻഷ്യൽ സർവീസസിൽ IFCI പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഇൻക്ലൂഡ് ആവുന്ന ഒന്ന് കോർപ്പറേറ്റ് കൗൺസിലിംഗ് ഫോർ ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ. ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രോപ്പറായിട്ടുള്ള കോർപ്പറേറ്റ് കൗൺസിലിംഗ് കൊടുക്കുക. ഇതൊക്കെ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദെൻ അസിസ്റ്റൻസ് ഇൻ സെറ്റിൽമെൻറ്റ് ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വിത്ത് ഫോറിൻ കൊലാബറേഷൻ, ഏതെങ്കിലും രീതിയിൽ വിദേശ വ്യാപാരവുമായിട്ടോ അല്ലെങ്കിൽ വിദേശ കമ്പനികളുമായിട്ടോ കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെറ്റിൽ ചെയ്യുന്നതിൽ നല്ല രീതിയിലുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ റിവൈവൽ ഓഫ് സിക്ക് യൂണിറ്റ്സ്, ഏതെങ്കിലും രീതിയിൽ ഒരു കണക്കിനും രക്ഷപ്പെടാൻ സാധിക്കാതെ കിടക്കുന്ന യൂണിറ്റുകളുണ്ടാവും, സിക്കായിട്ട് കിടക്കുന്ന യൂണിറ്റുകൾ, ഫിനാൻഷ്യലായും ഓപ്പറേഷണലായിട്ടൊക്കെ ഒരു രീതിയിൽ അവർക്ക് ഒരു സ്റ്റാർട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു ഗ്രോത്തോ ഉണ്ടാവില്ല, അവരെ നല്ല രീതിയിൽ റിവൈവ് ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ദെൻ ഫിനാൻസിങ് ഓഫ് റിസ്കി പ്രൊജക്ട്സ്, വളരെ റിസ്കി ആയിട്ടുള്ള പ്രൊജക്റ്റുകളുണ്ടാവും, അതിലേക്കൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും ആരും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ മെയിനായിട്ട് നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടത്. അതിലേക്കൊക്കെ അങ്ങനത്തെ റിസ്കി ആയിട്ടുള്ള പ്രൊജക്ട്സിനൊക്കെ ഫൈനാൻസ് IFCI പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് IFCI റിലേറ്റഡ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങൾ എഴുതണം എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ IFCI കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു മീനിങ്, പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അതിലുള്ള ഓരോ ഫങ്ഷനെയും കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ വളരെ നന്നായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് പറയാനൊക്കെ പറ്റും, നിങ്ങളുടേതായ ഓൺ ലാംഗ്വേജിലൊക്കെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്ന ഏരിയാസ് അല്ല. ക്ലിയർ? അപ്പോൾ ഇതുപോലെ വേറെയും കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, എന്നാലും അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ IFCI എന്ന് പറയുന്നത്. ക്ലിയർ? അതുപോലെ നമുക്ക് ഒരുപാടുണ്ട്, IDBI ഉണ്ട്, UTI ഉണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും കുറിച്ച് മുഴുവനായിട്ട് ഇപ്പം നമുക്ക് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാത്തിനെയും കുറിച്ചും കുറേശ്ശെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതിനുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് കടക്കുകയാണ്, ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, IDBI. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫുൾ നെയിം പഠിക്കുക കേട്ടോ. IFCIയുടെ ആണെങ്കിലും IDBIയുടെ ആണെങ്കിലൊക്കെ ഫുൾ നെയിം മസ്റ്റായിട്ട് പഠിക്കാം.
അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പേരിൽ തന്നെ എന്താ ഉദ്ദേശിക്കുന്നുണ്ട്, അത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1964 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഓണർഷിപ്പ് ഓഫ് IDBI ഹാസ് സിൻസ് ബീൻ ട്രാൻസ്ഫർ ടു സെൻട്രൽ ഗവൺമെൻറ് ഫ്രം Feb 16, 1976. ഇതിൻ്റെ ഓണർഷിപ്പ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് 1976 ഫെബ്രുവരി 16 ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. എന്താണ് IDBIയുടെ മെയിൻ ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ to set up an apex institution to coordinate the activities of other financial institutions and to act as a reservoir on which the financial institutions can draw on. IDBI provides direct financial assistance to industrial units, also to bridge the gap between supply and demand of medium and long-term finance. IFCIൻ്റെ കേസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെന്താണ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് മീഡിയം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും ഫൈനാൻസ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഫൈനാൻസ് അത്യാവശ്യം ഉള്ള സപ്ലൈ ഉള്ള ആളുകളിൽ നിന്നും ഡിമാൻഡ് ഉള്ള ആളുകളിലേക്ക് അതെന്ത് ചെയ്യുക, പ്രവഹിപ്പിക്കുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഈ കൂടുതലുള്ളവരുടെയും ഡിമാൻഡ് ഉള്ളവരുടെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് IDBIയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് സെറ്റപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടുള്ള അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ആക്ടിവിറ്റീസുകളെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് പ്രവർത്തിക്കുക. അത് മാത്രമല്ല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡ്രോ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യുക. ഇതൊക്കെയാണ് IDBI മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ഫങ്ഷൻസ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഫങ്ഷൻസ് ആണെങ്കിൽ കൂടിയും IDBIയുടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇതൊക്കെയാണ് ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് ടേം ഫിനാൻസ് ടു ഇൻഡസ്ട്രി ആൻഡ് ടു ആക്ട് ആസ് എൻ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെയാണ് മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. എന്നിട്ട് പണം ആവശ്യമുള്ള ഫിനാൻസ് ആവശ്യമുള്ള ഇൻഡസ്ട്രികൾക്ക് പ്രോപ്പറായിട്ട് അത് എത്തിക്കുക. ആൻഡ് ടു പ്രൊവൈഡ് റീഫൈനാൻസ് ടു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗ്രാൻഡിങ് മീഡിയം ആൻഡ് ലോങ് ടേം ലോൺസ് ടു ഇൻഡസ്ട്രി. ഈ പറഞ്ഞ പോലെ തന്നെ മീഡിയം ആൻഡ് ലോങ് ടേം ലോൺസ് ഇൻഡസ്ട്രികൾക്ക് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് റീഫൈനാൻസ് ചെയ്യുക, വീണ്ടും അവരെ ഹെൽപ്പ് ചെയ്യുക. ആൻഡ് ടു പ്രൊവൈഡ് റീഫിനാൻസ് ടു സ്കെഡ്യൂൾഡ് ബാങ്ക്സ് ഓർ കോപ്പറേറ്റീവ് ബാങ്ക്. സ്കെഡ്യൂൾഡ് ബാങ്ക്സിലും കോപ്പറേറ്റീവ് ബാങ്ക്സിനൊക്കെ പണം ആവശ്യമുണ്ടെങ്കിൽ അവർക്കത് റീഫൈനാൻസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ടു പ്രൊവൈഡ് റീഫൈനാൻസ് ഫോർ എക്സ്പോർട്ട് ക്രെഡിറ്റ്സ് ഗ്രാൻറ്റഡ് ബൈ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്രാൻഡ് ചെയ്തിട്ടുള്ള ബാങ്കുകളുണ്ടാവും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് റീഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യാം അവരുടെ ആവശ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള. ആൻഡ് ടു പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ഫോർ പ്രൊമോഷൻ, മാനേജ്മെൻറ്റ് ഓർ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രി. പ്രോപ്പറായിട്ടുള്ള ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് പ്രൊമോഷനായിട്ട് കൊടുക്കുക, പിന്നെ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിനും മാനേജ്മെൻറ്റിനൊക്കെ കൊടുക്കുക. ഈ രീതിയിലുള്ള IDBIയുടെ ഫങ്ഷൻസും ഒന്ന് നോക്കി വയ്ക്കാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദാറ്റ് ഈസ് NABARD. വെരി ഇമ്പോർട്ടൻ്റ് ആണ് NABARD എന്ന് പറയുന്നത്. NABARDിൻ്റെ മാത്രമായിട്ട് ചോദിച്ചു കാണാം. NABARDിൻ്റെ ഫുൾ നെയിം ആദ്യം മസ്റ്റായിട്ട് പഠിക്കുക. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഒരു 5 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ പറ്റും. NABARD, നാഷണൽ. NA എന്ന് ഉദ്ദേശിക്കുന്നത് നാഷണൽ ആണ് കേട്ടോ, നാഷണൽ. പിന്നെ B ഫോർ ബാങ്ക്, പിന്നെ A ഫോർ അഗ്രികൾച്ചർ, R ഫോർ റൂറൽ ആൻഡ് D ഫോർ ഡെവലപ്മെൻറ്റ്. ക്ലിയർ? അപ്പോൾ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്തിനുള്ള ബാങ്കാന്നുള്ളത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലേ. അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ബാങ്കാണ് NABARD എന്ന് പറയുന്നത്. സോ NABARD വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ July 12, 1982 as an apex banking institutions by an act of parliament. NABARD Bill 2000 was accepted by the President in January 2001. Under this act, the authorized capital has been raised from rupees 500 crore to rupees 2000 crore. NABARD obtains fund from Government of India, World Bank and other agencies. Okay. അപ്പോൾ NABARD എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഫങ്ഷൻസ് മെയിനായിട്ട് റൂറൽ ആൻഡ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് NABARDിൻ്റെ.
ഓക്കെ, അപ്പോൾ നബാർഡിൻ്റെ മാനേജ്മെൻറ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ പറയണം ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ ചെയർമാൻ ഓഫ് നബാർഡ്. നബാർഡിന് ചെയർമാനായിട്ട് അപ്പോയിൻ്റ് ആവുന്ന ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI ആയിരിക്കും. ആൻഡ് ദ ബോർഡ് ഓഫ് നാഷണൽ ബാങ്ക് ഇൻക്ലൂഡ്സ് 3 സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബീങ് നോമിനേറ്റഡ് ബൈ ദ ഗവർണർ. നബാർഡിനെ ആരാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കിയത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് ദാറ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് നബാർഡ്. അപ്പോൾ നബാർഡിൻ്റെ ഫങ്ഷൻസ് എന്തായാലും പഠിച്ചിരിക്കുക, കഴിയും വിധം ഈ മുഴുവൻ പോയിന്റ് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ബിക്കോസ് നബാർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ എന്താണ് നബാർഡിൻ്റെ ഫങ്ഷൻ? ടു റീഫൈനാൻസ് ദ ലോൺസ് ഗ്രാൻറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, land development bank and other financial institution for the purpose of rural development. അതായത് ഗ്രാമീണ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലോണുകൾ ഉണ്ടെങ്കിൽ ആ ലോണ് റീഫൈനാൻസ് ചെയ്തു കൊടുക്കുക. ആൻഡ് ടു പെർഫോം ഓൾ ദ ഫങ്ഷൻസ് റിലേറ്റിംഗ് ടു അഗ്രികൾച്ചർ ക്രെഡിറ്റ്, കാർഷിക വൃത്തിയുമായിട്ട് കൃഷിരംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്രെഡിറ്റും, എല്ലാ ക്രെഡിറ്റ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫങ്ഷൻസും പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാം. ആൻഡ് ടു എക്സിക്യൂട്ട് ഓർ ഇംപ്ലിമെൻറ്റ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഫണ്ടഡ് ബൈ ദ വേൾഡ് ബാങ്ക് ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസീസ്. അതായത് നല്ല രീതിയിൽ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതാര് ഫണ്ട് ചെയ്തത്? വേൾഡ് ബാങ്കും അല്ലെങ്കിൽ മറ്റ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഏജൻസികളോ ഫണ്ട് ചെയ്തിട്ടുള്ള റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, ദ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവോൾവ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് SSIs, വില്ലേജ് ആൻഡ് കോട്ടൺ ഇൻഡസ്ട്രീസ്. പ്രോപ്പറായിട്ട് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസുകളെ കോർഡിനേറ്റ് ചെയ്യാം. ദ പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. ഇതെല്ലാം നല്ല രീതിയിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, SSI എന്ന് പറഞ്ഞാൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, വില്ലേജ് ആൻഡ് കോട്ടൺ ഇൻഡസ്ട്രി, ഇതിനെയൊക്കെ നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ടു എക്സ്റ്റെൻഡ് ദ ലോങ് ടേം ലോൺസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ടു enable them to subscribe the share capital of cooperative credit societies. ഓൾറെഡി സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ലോങ് ടേം ലോൺസിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് ടു പ്രൊമോട്ട് റിസർച്ച് ഇൻ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചറിലും റൂറൽ ഡെവലപ്മെൻറ്റിനും റിസർച്ച് പ്രൊമോട്ട് ചെയ്യാം. ടു ഫോർമുലേറ്റ് ആൻഡ് ഡിസൈൻ പ്രോജക്ട്സ് ആൻഡ് പ്രോഗ്രാംസ് ടു സ്യൂട്ട് ദ റിക്വയർമെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഏരിയാസ്. ഇതെല്ലാമാണ് നമ്മുടെ നബാർഡിൽ വരുന്ന കാര്യങ്ങൾ. നല്ല രീതിയിൽ തന്നെ ഒന്ന് നോക്കി വയ്ക്കുക. നബാർഡ് എന്താണ്, നബാർഡ് മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നന്നായിട്ടൊന്ന് നോക്കി വയ്ക്കുക. നബാർഡ് ഓപ്പറേറ്റ്സ് ത്രൂ ഔട്ട് ദ കൺട്രി ത്രൂ ഇറ്റ്സ് 28 റീജിയണൽ ഓഫീസസ് ആൻഡ് 1 സബ് ഓഫീസ് ലൊക്കേറ്റഡ് ഇൻ ദ ക്യാപിറ്റൽ ഓഫ് ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ, അപ്പോൾ നബാർഡിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ഫങ്ഷൻസ് രാജ്യത്ത് 28 റീജിയണൽ ഓഫീസുകളിലൂടെയും ആണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. പിന്നെ ഫാം സെക്ടർ സ്കീംസ് കൊണ്ടുവന്നിട്ടുണ്ട്, കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമുണ്ട്, റൂറൽ നോൺ ഫാം സെക്ടേഴ്സൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. പിന്നെ വരുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റ് റൂറൽ ഇൻഡസ്ട്രീസ് ആണ്, DRIPs. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് റൂറൽ ഏരിയയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ മുഖേന കൊണ്ടുവരാമെന്നുള്ളതാണ്. അതായത് വ്യവസായവൽക്കരണത്തിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ റൂറൽ ഏരിയാസിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. 100% റീഫൈനാൻസ് ടു ബാങ്ക് ഫോർ ലെൻഡിങ് ടു റൂറൽ നോൺ ഫാം സെക്ടർ. റൂറലിലുള്ള നോൺ ഫാം സെക്ടറുകളിൽ പ്രോപ്പറായിട്ട് 100% റീഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യാം. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സർവേസ് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും കണ്ടക്ട് ചെയ്യാം. അസോസിയേറ്റിംഗ് ഇൻ ഓർഗനൈസേഷൻ ഓഫ് സ്പെഷ്യൽ പ്രോഗ്രാംസ് ആൻഡ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, പ്രൊവൈഡിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ ദ ഫോം ഓഫ് ഗ്രാൻറ്റ്സ് ടു സെലക്ട് ഏജൻസീസ് ആൻഡ് റിവ്യൂവിംഗ് ഗൈഡിംഗ് ദ പ്രോഗ്രസ് ഓഫ് പ്രോജക്ട്സ് അണ്ടർ DRIPs. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. ജസ്റ്റ് ആ പോയിന്റ് ഒന്ന് നോക്കി വയ്ക്കാം. പിന്നെ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട മറ്റൊന്നാണ് SFCs. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, SFCs. SFCയുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ടു ഓൾ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഇൻ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ.
ചെറുകിടതും അതല്ലെങ്കിൽ മീഡിയം ടൈപ്പും ആയിട്ടുള്ള സ്കെയിലിലുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഉണ്ടാവും. അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് SFCയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. They help both new as well as existing units for the purpose of establishment, modernization, renovation, expansion and diversification. എന്തിനൊക്കെയാണ് അവർ സഹായിക്കുകയെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അതിനെ മോഡേണൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, റിനോവേറ്റ് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും ഡൈവേഴ്സിഫിക്കേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ ക്യാൻ അസിസ്റ്റ് ഇൻഡസ്ട്രിയൽ കൺസേൺ എൻഗേജ്ഡ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. അപ്പോൾ താഴെ പറയുന്ന ആക്ടിവിറ്റീസിലുള്ള യൂണിറ്റുകളെയാണ് ഹെൽപ്പ് ചെയ്യുക. ഒന്ന് മാനുഫാക്ചറിങ്, പ്രിസർവേഷൻ ഓർ പ്രോസസ്സിങ് യൂണിറ്റ്സ് ഉണ്ടാവും. പിന്നെ മൈനിങ്, ഹോട്ടൽ ഇൻഡസ്ട്രീസ്, റോഡ് ട്രാൻസ്പോർട്ടേഷൻ, ജനറേഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഓർ എനി അതർ ഫോം ഓഫ് പവർ, ഡെവലപ്മെൻറ്റ് ഓഫ് എനി ഏരിയ ഓഫ് ലാൻഡ് ആസ് വെൽ ആസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, fishing or providing facilities for fishing or manufacturing thereof, providing special or technical knowledge or other services for the promotion of industrial growth. ഈ ഏതെങ്കിലും ഒരു ഏരിയയിൽ വരുന്ന മൈനിങ്ങോ ഇൻഡസ്ട്രിയോ അല്ല ഹോട്ടൽ ഇൻഡസ്ട്രിയോ റോഡ് ട്രാൻസ്പോർട്ടോ മാനുഫാക്ചറിങ്ങോ ഇതിലൊക്കെ വരുന്ന യൂണിറ്റുകൾക്കാണ് മെയിനായിട്ട് ഈ ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ SFCയുടെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോൺ പ്രൊവൈഡ് ചെയ്യും. ഗ്രാൻഡിങ് ലോൺ ഓർ അഡ്വാൻസസ് ടു ഇൻഡസ്ട്രിയൽ കൺസേൺ റീപേബിൾ വിത്തിൻ എ പീരീഡ് നോട്ട് എക്സീഡിങ് 20 years. 20 വർഷം കവിയാത്ത രീതിയിലുള്ള ലോണുകളാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് റീപേ ചെയ്യേണ്ടത് 20 വർഷത്തിനുള്ളിൽ റീപേ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബിംഗ് ടു ദ ഡിബെഞ്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺ റീപേബിൾ വിത്തിൻ എ പീരീഡ് നോട്ട് എക്സീഡിങ് 20 years. ഡിബെഞ്ചേഴ്സ് ഇൻഡസ്ട്രിയൽ കൺസേൺസിൻ്റെ ഡിബെഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാം. അതും 20 വർഷത്തിൽ കൂടാൻ പാടില്ല അതിൻ്റെ റീപേയിങ് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുക. ഗ്യാരണ്ടി ലോൺസ് റേസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ കൺസേൺ റീപേബിൾ വിത്തിൻ എ പീരീഡ് ഓഫ് 20 years. 20 വർഷത്തിനുള്ളിൽ തന്നെ അടച്ചു തീർക്കുന്ന തരത്തിലുള്ള ലോണുകളുണ്ട്, അതിന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യാം. പിന്നെ underwriting the issue of stocks, shares, bonds or debentures by the industrial concern subject to their being disposed of within 7 years. 7 വർഷത്തിനുള്ളിൽ ഡിസ്പോസ് ആവുന്ന തരത്തിലുള്ള സ്റ്റോക്ക്, ഷെയർസ്, ബോണ്ട്സ്, ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് അണ്ടർറൈറ്റിംഗ് ചെയ്തു കൊടുക്കാം. പിന്നെ ഡെഫേർഡ് പേയ്മെൻറ്റിന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതേപോലത്തെ കാര്യങ്ങൾ. ഓക്കെ. പിന്നെ SFC അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പ്രോബ്ലംസ് അല്ലെങ്കിൽ SFCയുടെ വീക്ക്നെസ്, അതിൻ്റെ പ്രോഗ്രസ്സിൽ അത് നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില പ്രയാസങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്റ്റിംഗ് ലോണ് കളക്ട് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ, ഡീഫോൾട്ട്, ഫെയിൽസ് ടു പേ ആവുന്നത്, ലോണ് റീകളക്ട് ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾ, റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതിലുള്ള ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സെക്യൂരിറ്റീസ് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടെക്നിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ പേഴ്സണൽസ് ഒക്കെ വളരെ കുറവാണ്, പിന്നെ റിസോഴ്സും വളരെ കുറവാണ്. ഇതൊക്കെ SFCs നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ വരുന്നത് സിഡ്ബി ആണ്. സിഡ്ബി സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സിഡ്ബിയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സിഡ്ബി എന്ന് പറയുന്നത് സെറ്റപ്പ് ചെയ്തിട്ടുള്ള 1990 സിഡ്ബി ആക്ട് പ്രകാരം. അതിന് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു വർക്ക് ആസ് എ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി പ്രൊമോഷൻ, ഫിനാൻസിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ഇൻ സ്മോൾ സ്കെയിൽ സെക്ടർ. ചെറുകിട വ്യവസായം ഉണ്ടല്ലോ, സ്മോൾ സ്കെയിൽ സെക്ടറിൽ ഉള്ള യൂണിറ്റുകൾക്ക് പ്രോപ്പറായിട്ടുള്ള പ്രൊമോഷനും ഫിനാൻസിങ്ങും ഡെവലപ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സിഡ്ബിയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ സിഡ്ബിയുടെ ഫങ്ഷൻസിലോട്ട് കടക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? റീഫൈനാൻസ് ചെയ്യാം. റീഫൈനാൻസിങ് ദ ടേം ലോൺസ് ഗ്രാൻഡഡ് ബൈ SFCs, SIDs, ബാങ്ക് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓൾറെഡി SFCസും SIDs ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലോണുകളുണ്ട്, അതിനൊന്നും കൂടി റീഫൈനാൻസ് ചെയ്ത് കൊടുക്കുക. ഡിസ്കൗണ്ടിങ് ഓഫ് ഷോർട്ട് ടേം ട്രേഡ് ബിൽസ് അറൈസിങ് ഔട്ട് ഓഫ് സെയിൽ ഓഫ് പ്രോഡക്റ്റ് ഓഫ് ദ സ്മോൾ സ്കെയിൽ സെക്ടർ. ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക ഷോർട്ട് ടേം ബില്ലുകൾ. പിന്നെ ഡയറക്റ്റ് ഡിസ്കൗണ്ടിങ് ഓർ ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് ശരിയാക്കി കൊടുക്കുക. അത് അറൈസിങ് ഔട്ട് ഓഫ് ദ സ്കെയിൽ ഓഫ് മിഷനറി, ക്യാപിറ്റൽ എക്വിപ്മെൻറ്റ് on deferred credit manufactured by small scale sector. ഈ ക്യാപിറ്റൽ എക്വിപ്മെൻറ്റ്സ് ഒക്കെ മായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, അതൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക, റീഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് സിഡ്ബിയുടെ കേസിൽ വരുന്നത്. അപ്പോൾ സിഡ്ബി ഇപ്പം നിലവിൽ ഫങ്ഷൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്
It renders equity type of assistance to new promoters, women and ex-servicemen under National Equity Fund. ഇക്വിറ്റി ടൈപ്പ് അസിസ്റ്റൻസ് പുതിയ പ്രൊമോട്ടേഴ്സിനും സ്ത്രീകൾക്കും എക്സ് സർവീസ്മാൻസിനും പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് അസിസ്റ്റൻസ് ടു ദ വോളണ്ടറി ഓർഗനൈസേഷൻസ് വർക്കിംഗ് ഫോർ ദ ഡെവലപ്മെൻറ്റ്, upliftment or underprivileged women. It also provides technical support to small scale sector for promotion, development and growth. അതായത് ടെക്നിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടും പ്രൊമോഷണൽ സപ്പോർട്ടും ഡെവലപ്മെൻറ്റ് സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് UTA ആണ്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, UTIൻ്റെ ഫുൾ ഫോം നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. എന്താണ് UTI? UTIൻ്റെ ഫുൾ ഫോം ദ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. It provides an opportunity to small and medium investors to make investment indirectly in those stock in which they could not have made otherwise. അതായത് ഇത് ശരിക്കും ഒരു അവസരമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്മോൾ ആൻഡ് മീഡിയം ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, അവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം, ഒരു അവസരം പ്രൊവൈഡ് ചെയ്യാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയ്യുന്നത്. Unit trust help investors to obtain high return, low risk combination for their indirect holding of equities and other assets. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റിട്ടേൺ ഹൈയും റിസ്ക് വളരെ കുറവുമായിരിക്കും. അതിനാണ് ഹൈ റിട്ടേൺ ലോ റിസ്ക് കോമ്പിനേഷനിലുള്ള ഇക്വിറ്റീസിലും അതർ അസറ്റ്സിലൊക്കെ ആയിരിക്കും ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരിക. ആൻഡ് ദ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർ ദ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആക്ട് 1963. The trust was accordingly set up in February 1964 and at present UTI is governed by SEBI MF, അതായത് SEBI Mutual Fund Regulations, and it works on a 3-tier structure of sponsors, trustees and AMC, Asset Management Company. അതിനെയാണ് AMC എന്ന് വിളിക്കുക. അപ്പോൾ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ മെയിൻ ലക്ഷ്യം, ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ പറയണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു സ്റ്റിമുലേറ്റ് ആൻഡ് പൂൾ ദ സേവിങ്സ് ഓഫ് ദ മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്സ്. അതായത് മിഡിൽ ലോ ഇൻകം ഗ്രൂപ്പ്സിൻ്റെ കയ്യിലുള്ള സേവിങ്സിനെ എന്ത് ചെയ്യുക, പൂൾ ചെയ്യുക. ടു സ്റ്റിമുലേറ്റ് ആൻഡ് പൂൾ സേവിങ്സ്, അതായത് നമ്മൾ പറയില്ല നീക്കിയിരിപ്പുകൾ ഉണ്ടാവും, ലോ അല്ലെങ്കിൽ മിഡിൽ ഇൻകം ഗ്രൂപ്പുകളുടെ കയ്യിലുള്ള നീക്കിയിരിപ്പ് സമ്പാദ്യം, അതിനെന്ത് ചെയ്യുക, പൂൾ ചെയ്യുക, കളക്ട് ചെയ്യുക, ഒരു വലിയ ഒരു കളക്ഷനാക്കി മാറ്റാം. സേവിങ്സ് ഹാബിറ്റ്സ് ഒക്കെ കൂട്ടാനൊക്കെ ഉള്ള ഒരു കാര്യം കൂടിയാണ്. ടു എനേബിൾ യൂണിറ്റ് ഹോൾഡേഴ്സ് ടു ഷെയർ ദ ബെനിഫിറ്റ്സ് ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ദ റാപ്പിഡ്ലി ഗ്രോയിങ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള വളരെ വേഗത്തിൽ പോകുന്ന ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ബെനിഫിറ്റുകൾ യൂണിറ്റ് ഹോൾഡേഴ്സിന് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. ആൻഡ് ടു സെൽ യൂണിറ്റ്സ് അമംഗ് ആസ് മെനി ഇൻവെസ്റ്റേഴ്സ് ആസ് പോസിബിൾ. കൂടുതലും ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് കഴിയുന്ന അത്രയും യൂണിറ്റുകൾ സെല്ല് ചെയ്തെടുക്കുക. ആൻഡ് ടു ഇൻവെസ്റ്റ് ദ മണി റേസ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് യൂണിറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഓൺ ക്യാപിറ്റൽ, കോർപ്പറേറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റീസ്. ടു ഇൻവെസ്റ്റ് ദ മണി റേസ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് യൂണിറ്റ്സ്, ഈ യൂണിറ്റ്സ് സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന പണം ഉണ്ടാവല്ലോ, അതെന്ത് ചെയ്യുക, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക. ആൻഡ് ടു പേ ഡിവിഡൻഡ് ടു ദ യൂണിറ്റ് ഹോൾഡേഴ്സ്, യൂണിറ്റ് ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുക, പ്രോപ്പറായിട്ട് ഡിവിഡൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇതിൻ്റെ അണ്ടറിൽ കുറേ സ്കീംസ് ഒക്കെ വരുന്നുണ്ട്, സ്കീംസ് ഓഫ് UTI എന്ന് പറഞ്ഞിട്ട് സ്കീംസ് വരുന്നുണ്ട്. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂണിറ്റ് സ്കീം ഫോർ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റ്, ക്യാപിറ്റൽ ഗെയിൻ യൂണിറ്റ് സ്കീം, ചിൽഡ്രൻസ് ഗിഫ്റ്റ് ഗ്രോത്ത് ഫണ്ട്, ഹൗസിംഗ് യൂണിറ്റ് സ്കീം, ഭോപ്പാൽ ഗ്യാസ് വിക്ടിംസ് മന്ത്ലി ഇൻകം പ്ലാൻ, സീനിയർ സിറ്റിസൺ യൂണിറ്റ് പ്ലാൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സ്പെഷ്യൽ യൂണിറ്റ് ഫണ്ട് സ്കീം, ഇതൊക്കെ ഇതിൽ വരുന്നതാണ് കേട്ടോ. ഓപ്പൺ എൻഡഡ് യൂണിറ്റ് സ്കീംസിൽ വരുന്നതാണ് ഈ പറഞ്ഞത്. അതൊക്കെ UTIയുടെ ഓരോ സ്കീമാണ്. ഇതല്ലാതെ വരുന്നതാണ് ക്ലോസ് എൻഡഡ് സ്കീംസും ഉണ്ട്. മറ്റേത് ഓപ്പൺ എൻഡഡ് ആണ്, ഇത് ക്ലോസ് എൻഡഡ്. ജസ്റ്റ് അതിൻ്റെ പേരൊക്കെ ഒന്ന് നോക്കി വെക്കാം. അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദ്യങ്ങൾ ഉണ്ടാവില്ല, എങ്കിലും ജസ്റ്റ് ഇതെന്താണ്, ഇത് കണ്ണിലൊന്ന് കാണണം നിങ്ങൾ. മന്ത്ലി ഇൻകം യൂണിറ്റ് സ്കീം ഇഷ്യൂഡ് ഇൻ 1987, 88, 89. ഗ്രോയിങ് ഇൻകം യൂണിറ്റ് സ്കീം ഇഷ്യൂഡ് ഇൻ 1987, 89, 1990. ജസ്റ്റ് പേരുകളൊന്ന് നോക്കി വെച്ചാൽ. പിന്നെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് സ്കീം ഉണ്ട്, മാസ്റ്റർ ഷെയർ പ്ലസ് സ്കീം, മാസ്റ്റർ ഇക്വിറ്റി പ്ലാൻസ് ഇഷ്യൂഡ് ഉണ്ട്, പിന്നെ ഇൻഡെക്സ് ഫണ്ട് വരുന്നുണ്ട്, മാസ്റ്റർ വാല്യൂ ഒക്കെ വരുന്നുണ്ട്.
ജസ്റ്റ് നോക്കി വെച്ചു. ഇതിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയ ആണ്, അത് മിസ് ചെയ്യരുത്. മെയിനായിട്ട് എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽപ്പുകൾ, പിന്നെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5 അഞ്ചോളം വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നന്നായിട്ട് തന്നെ നോക്കാം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാം ആൻഡ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു.